നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വെൽത്ത് ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ വെൽത്ത് ക്രിയേഷനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വെൽത്ത് പ്രിസർവൻസും സ്റ്റോക്ക് റിജക്ഷനും. സ്റ്റോക്ക് സെലക്ഷനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് നമ്മൾ സ്റ്റോക്ക് എങ്ങനെ റിജക്റ്റ് ചെയ്യുന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഫേമസ് ആയിട്ടുള്ള ചില ബ്രോക്കേജിങ് ഏജൻസികളുടെ പ്രഡിക്ഷൻസ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെ സ്റ്റോക്കുകളുടെ റെസിസ്റ്റൻസ് ലെവൽ ആൻഡ് സപ്പോർട്ട് ലെവൽ എന്നതിനെക്കുറിച്ചാണ്. അത് ഏതൊക്കെ സ്റ്റോക്കുകൾ നമ്മൾ ഏതൊക്കെ വിലയിൽ വാങ്ങിക്കണമെന്നും ഏത് വിലയിലാണ് നമ്മൾ ആ സ്റ്റോക്കുകളിൽ നിന്നും എക്സിറ്റ് ആവണം എന്നതിനെക്കുറിച്ചുമാണ്. If you want to know something about how to improve your personal wealth management and learn with us, please subscribe our channel. വെൽക്കം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അധിക സമയം നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്ക് ഇന്നത്തെ സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ആദ്യത്തെ സ്റ്റോക്കാണ് മൈൻട്രി. വളരെ ഫേമസ്, പോപ്പുലർ, ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ മെയിൻ ബിസിനസ് ഓറിയൻറ്റേഷൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവലാണ്. നമുക്കറിയാം ഈ രണ്ട് ഫീൽഡും ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ സമയത്ത് വളരെ ഡൗൺ ആണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ, അതായത് അടുത്ത ക്വാർട്ടർ വരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒട്ടും നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് വളരെയേറെ കുറയ്ക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കിൻ്റെ PE 23.71 ആണ്. ഇതിൽ ഒരു വർഷത്തെ ചാർട്ടും ഇതിൻ്റെ ഒരു വർഷത്തെ ലാസ്റ്റ് 1 ഇയറിലെ പെർഫോമൻസും നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം ഈ സ്റ്റോക്ക് എത്രത്തോളം നമ്മുടെ വെൽത്ത് പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്ന്. ഉദാഹരണത്തിന് സെൻസെക്സ് ലാസ്റ്റ് 1 ഇയറിൽ -14.12% ലോസാണ് തന്നത്. പക്ഷേ മൈൻട്രി -4.66% ലോസാണ് ഉണ്ടാക്കിയത്. അതായത് കമ്പയറിങ് ടു സെൻസസ്, നമ്മുടെ മൈൻട്രി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയെ പ്രിസർവ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഉറപ്പായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫോർ ദ എയിം ഓഫ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ഇൻവെസ്റ്റിംഗ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് സ്റ്റോക്ക്. ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് മീ, we can consider to buying this stock on dipping level. ഇനി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ലെവലിനെ പരിചയപ്പെടാം. ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ 23 മാർച്ചിൽ ഈ സ്റ്റോക്കിലൊരു ബിഗ് ഫോൾ വന്നു. ഇതിൻ്റെ റേഞ്ച് ഏകദേശം 700 റേഞ്ച് വരെ വന്നു. അതിനുശേഷം സ്റ്റോക്ക് വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി. കാരണം ഇത്രയും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആൻഡ് പോപ്പുലർ സ്റ്റോക്ക് ഒരുപാട് ദിവസം ഡൗൺ ആയിരിക്കില്ല. അതായത് ഇത് ഏപ്രിൽ മിഡ് മുതൽ മാർച്ച് സ്റ്റാർട്ട് വരെ ഈ സ്റ്റോക്ക് റിക്കവറായി അത് ഏകദേശം ഒരു 900 റേഞ്ചിലെത്തി. ഏപ്രിൽ മിഡ് തൊട്ട് ഈ സ്റ്റോക്ക് ഫുൾ മന്ത് ഓഫ് മെയ് ആൻഡ് ജൂൺ വരെ ഈ സ്റ്റോക്ക് അതിൻ്റെ 900 to 950 റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ ഗുഡ് റേഞ്ച് ഫോർ ദി സ്റ്റോക്ക്. പക്ഷേ ബിസിനസ് എത്ര വലിയ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനി ആയാലും ആ കമ്പനിയുടെ ബിസിനസ്സിൽ ലോക്ക്ഡൗൺ വന്നാൽ ആ കമ്പനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. കാരണം അതിന് പിന്നെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ എംപ്ലോയീസിന് സാലറീസ് കൊടുക്കാൻ പറ്റില്ല. ഒബിയസ്ലി അതിൻ്റെ ട്രൂ വാല്യൂ താഴെ കുറയും. ട്രൂ വാല്യൂ താഴെ കുറയുന്ന സമയത്താണ് നമ്മൾ ഈ സ്റ്റോക്കുകളിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കുകളിലേക്കുള്ള എൻട്രി ലെവൽ 750 to 800. And for long time investors, they can hold the stock for a long time. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിനെ പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് PVR ലിമിറ്റഡ്. PVR ലിമിറ്റഡിൻ്റെ ബിസിനസ് മോഡൽ ഫിലിം എക്സിബിഷൻ, ഫിലിം ഡിസ്ട്രിബ്യൂഷൻ, തിയേറ്റർ, മൾട്ടിപ്ലക്സ് എന്നിവയാണ്. നിഫ്റ്റി 50-യിലെ നിഫ്റ്റി മീഡിയയിൽ ഉൾപ്പെട്ട ഈ സ്റ്റോക്ക് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും ഒരു പവർഫുള്ളുമായ സ്റ്റോക്കാണ്. പക്ഷേ കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച വൺ ഓഫ് ദി സെക്ടറാണ് തിയേറ്റർ, മൾട്ടിപ്ലക്സ്, ഷോപ്പിംഗ് മോൾസ് എന്നിവയുടെ ബിസിനസ് മോഡലിന്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൻ്റെ വാല്യൂഷനിലും ഷാർപ്പായിട്ടുള്ള ഒരു ഡിക്ലൈൻ നമുക്ക് കാണാവുന്നതാണ്. ഈ സ്റ്റോക്കിൻ്റെ ഏകദേശം 2000 രൂപ വിലയുള്ള സ്റ്റോക്ക് 1000 രൂപയിലും, ദാറ്റ് 50% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അതിലും താഴ്ന്ന റേറ്റിലേക്കാണ് പോയത്. ഈ സ്റ്റോക്കിൻ്റെ 1 ഇയർ ചാർട്ടും 5 ഇയർ ചാർട്ടും നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഈ സ്റ്റോക്ക് എത്രമാത്രം അപ്പ് ട്രെൻഡിങ് അല്ലെങ്കിൽ അപ്പ് റൈസിങ് സ്റ്റോക്കായിരുന്നു എന്ന്. 2015 ഏകദേശം
500 രൂപയിൽ താഴെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 2020 ഫെബ്രുവരിയിൽ 2000 രൂപയ്ക്ക് മുകളിലായിരുന്നു. ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കായിരുന്നു. 68.54% 5 വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് തന്നത്. ആസ് യൂഷ്വൽ നമുക്കറിയാം, നമ്മൾ ഒരു FD ഒരു ബാങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് less than 8%. If we are depositing on the name of some senior citizen, then we get approximately 9%. That's enough. പക്ഷേ ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്റ്റോക്കുകൾ 20%, 30% റിട്ടേൺ തരുന്ന സ്റ്റോക്കുകളായിരുന്നു. പക്ഷേ COVID-19 എഫക്റ്റ് കാരണം ഈ സ്റ്റോക്ക് PVRൻ്റെയും ബിസിനസ് മോഡൽ കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി. അവരുടെ ബിസിനസ് മോഡൽ ഷട്ട് ഡൗൺ ആയി. അത് കാരണം അവരുടെ സ്റ്റോക്കിൻ്റെ വാല്യൂഷനും ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നു മുതൽ ഈ കമ്പനികൾ അവരുടെ ബിസിനസ് റെസ്യൂം ചെയ്യുന്നുവോ അന്ന് വരെ ഈ കമ്പനികളിലും അവരുടെ സ്റ്റോക്കിൻ്റെ വാല്യൂഷനിലും ഒരു പ്രഷർ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഫോർ മീഡിയം ടൈം ആൻഡ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ്, Q1 റിസൾട്ട്, ദാറ്റ് ഈസ് ദ ക്വാർട്ടർ ഓഫ് ഏപ്രിൽ, മെയ്, ജൂൺ റിസൾട്ട് വരുന്നത് വരെ ഈ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം Q1 റിസൾട്ടിലും നമുക്ക് ബിഗ് ഫോൾ, ഈ സ്റ്റോക്കിൻ്റെ വാല്യൂഷനിൽ ബിഗ് ഫോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. അതിൻ്റെ വില, അതിൻ്റെ പ്രോപ്പർ ട്രൂ വാല്യുവേഷൻ ഏകദേശം ഒരു 720, 730 അല്ലെങ്കിൽ 750 റേഞ്ചിലേക്ക് നമുക്ക് ഈ സ്റ്റോക്ക് ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിയിൽ പർച്ചേസ് ചെയ്ത് ലോങ് ടൈമിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ കമ്പനിയുടെ Q4 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കമ്പനിയുടെ Q4 റിസൾട്ട് നോക്കാം. കമ്പനിയുടെ Q4 റിസൾട്ട് പറയുന്നത്, കമ്പനി ഹാസ് റിപ്പോർട്ടഡ് ദ കൺസോളിഡേറ്റഡ് നെറ്റ് ലോസ് ഓഫ് 74.61 crore ഓൺ ദ ഫോർത്ത് ക്വാർട്ടർ. ദാറ്റ് ഈസ് അപ് ടു ദ എൻഡ് ഓഫ് മാർച്ച് 2020. കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ പ്രോഫിറ്റ് ഓഫ് 46.75. അന്നേരം അടുത്ത ക്വാർട്ടറിലും ഈ ലോസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഫോർ ദ ഷോർട്ട് ടൈം ആൻഡ് മീഡിയം വ്യൂ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എന്നു മുതൽ നമ്മുടെ മൾട്ടിപ്ലക്സേഴ്സ് ഓർ തിയേറ്റേഴ്സ്, ഫിലിം ഇൻഡസ്ട്രി എന്നിവ നോർമലായിട്ട് റൺ ആയി തുടങ്ങുന്നുവോ അന്ന് വരെ ഈ സ്റ്റോക്കിൽ നമുക്ക് ബിഗ് ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ വേറെ സ്റ്റോക്കും അതിൻ്റെ ചാർട്ട് അനാലിസിസും പോയിൻറ്റ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ അത് അയണോക്സ്, ദാറ്റ് ആൾസോ സെയിം റിലേറ്റഡ് ടു ദ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകതയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്റ്റോക്കുകളുടെ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ നമുക്കറിയാം, there was a big fall, around 50% of discount we are getting on the stock. After that the stock is moving on this range, that is the stock valuation is around 750 to 800. After that on the start of 1st June we can see a little bit rally on the stock, that is the stock value reaches up to the range of 1250. That means some big players are playing with the stocks. കാരണം ഒരുപാട് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ടായി സ്റ്റോക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഈ സ്റ്റോക്കിൻ്റെ വില കൂട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് ഈ ഈ റാലി കണ്ടിട്ട് മനസ്സിലാവുന്നത്. കാരണം ഈ റാലി കാണുമ്പോൾ നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ടെൻഡൻസിറ്റി ഉണ്ടാവും, ദാറ്റ് ഈസ് ദ ഫോമോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അവർ ഈ സ്റ്റോക്ക് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുകയും സഡൻലി ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ വീണ്ടും കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വളരെയധികം കെയർ ആയിരിക്കണം. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമല്ല. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ അവർക്ക് അതിൻ്റെ ട്രൂ വാല്യൂ, ദാറ്റ് ഈസ് 750 മുതൽ അല്ലെങ്കിൽ 750 താഴെ വരുമ്പോഴാണ് ഈ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്. ഇതേ സെയിം അവസ്ഥയാണ് നമ്മൾ പറഞ്ഞ അയണോക്സ് എന്ന് പറയുന്ന സ്റ്റോക്കിലേക്കും. ഇനി നമ്മളുടെ അടുത്ത ഡിസ്കഷൻ ചില പബ്ലിക് സെക്ടർ ബാങ്കുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഏതൊരു ബാങ്കിനും അതിൻ്റെ പ്രോഫിറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സാണ്. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പാരാമീറ്റേഴ്സാണ് NPAs, ദാറ്റ് ഈസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ചില ബാങ്കുകളുടെ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ബാങ്കുകളുടെ പെർഫോമൻസ് ഫ്യൂച്ചറിൽ വളരെ മോശമാകാൻ ചാൻസ് ഉള്ള ബാങ്കുകളാണ്.
പക്ഷേ ഈ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ അതിൻ്റെ സേവിങ് അക്കൗണ്ട്സ് എന്നിവയ്ക്ക് NPAയുമായി യാതൊരു ബന്ധവുമില്ല. ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്സ് മാർക്കറ്റിനെ കുറിച്ചും അതിൻ്റെ ഷെയർ വാല്യൂസിനെ കുറിച്ചുമാണ്. അതിനാൽ NPAസും ബാങ്കിൻ്റെ പ്രോഫിറ്റുമൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ ഓഹരികളെയും ആ ഓഹരികളുടെ ട്രൂ വാല്യൂഷനെയുമാണ്. ഇനി നമുക്ക് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സ്റ്റോക്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റോക്കിൻ്റെ NPA 7.8% ആണ്. ഒരു ബാങ്കിന് എത്രത്തോളം NPA ഉണ്ടോ അത്രത്തോളം അതിൻ്റെ പ്രോഫിറ്റ് കുറയുകയും ദാറ്റ് ഈസ് അതിൻ്റെ നെറ്റ് ലോസ് കൂടുകയും ചെയ്യും. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ഈ ബാങ്ക് കഴിഞ്ഞ 4-5 വർഷമായി അത് ലോസാണ്. റീസെൻ്റ്ലി ദിസ് ബാങ്ക് ഈസ് അപ്പിയർ ഓൺ സം ന്യൂസ് റിലേറ്റഡ് ടു സ്കാം. നമുക്കിതിൻ്റെ ക്യാഷ് ഡിവിഡൻറ്റ് ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇത് ലാസ്റ്റ് ക്യാഷ് ഡിവിഡൻറ്റ് കൊടുത്തത് 22 Jan 2015 അത് 3 രൂപ 30 പൈസ പെർ ഷെയറിനാണ് കൊടുത്തത്. അതിനുശേഷം 2016, 17, 18, 19 വർഷങ്ങളിൽ ഈ ബാങ്ക് അതിൻ്റെ ഡിവിഡൻറ്റ് കൊടുത്തിട്ടില്ല. പകരം ബോർഡ് മീറ്റിംഗ് മാത്രമാണ് നടത്തുക ചെയ്തത്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ബാങ്കിൻ്റെ പ്രോഫിറ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ നെറ്റ് അസറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിലാണ്. അത് കാരണം ഇതിന് നല്ല റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി ഇങ്ങനെയുള്ള ബാങ്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ 1 month ചാർട്ട് പാറ്റേണാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 1 month ചാർട്ട് പാറ്റേണിൽ 1 month കൊണ്ട് ഏകദേശം 8.73% ഹൈക്കാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഹൈക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഓപ്പറേറ്റേഴ്സ് ട്രാപ്പാണ്. കാരണം ഈ ബാങ്കിൻ്റെ സ്റ്റോക്ക് ഏകദേശം മാർച്ച്, ഏപ്രിൽ, മെയ് വരെ 27 to less than 30 less than 28, 29, 30 റേഞ്ചിലാണ് നിന്നത്. അതിനുശേഷം there is a rise, that is റാലി ഓൺ ദ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം 35 വരെ വന്നു. പക്ഷേ 35 വരെ ട്രൂ വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കല്ല. കാരണം ഈ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് നമുക്ക് 5 year റിട്ടേൺ നോക്കിയാലും 5 year റിട്ടേണിലും നമുക്കറിയാം -75.39 റിട്ടേൺ 70.39% ലോസാണ് നമുക്ക് തന്നത്. അതാണ് 1 year പെർഫോമൻസ് നോക്കിയാൽ -56.23% ആണ് ലോസ് തന്നത്. ഇങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ലോസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിൻ്റെ ഷെയർ വാല്യൂ അല്ലെങ്കിൽ ഷെയർ വാല്യൂ പെട്ടെന്ന് കൂടുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ കോഷ്യസ് ആവേണ്ടതാണ്. ഇങ്ങനെയുള്ള ബാങ്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂച്ചർ ഫോർ ലോങ് ടൈം, ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ഇൻവെസ്റ്റേഴ്സ് നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ SBI ഒഴിച്ച് ബാക്കി ഒരു പബ്ലിക് സെക്ടർ ബാങ്കിനെയും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സജസ്റ്റ് ചെയ്യില്ല. ഉദാഹരണത്തിന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ NPAs 8%, 9% കൂടുതലാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ വിത്ത് അസ്. എൻ്റെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.